ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഇപ്പോഴും നഴ്സറികളിൽ മറ്റെല്ലാ പ്ലാന്റ്സിനെയും പോലെ മുഖ്യധാരയിലേക്ക് എത്താതെ അണ്ടർ റേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലവറിങ് സുന്ദരിയാണ് വിൻകാ റോസ്. ഞാനുൾപ്പെടെയുള്ള ഒരു ചെറിയ ശതമാനം പേർക്ക് മാത്രമാണ് ഈ സുന്ദരി ചെടി വളരെ പ്രിയപ്പെട്ടതാകുന്നത്. കെയർ ചെയ്താലും ചെയ്തില്ലെങ്കിലും പൂക്കൂട പോലെ പോതിരുന്ന ഈ വിൻകാ സുന്ദരികളെ ഒന്ന് കെയർ ചെയ്ത് വെട്ടി വൃത്തിയാക്കി നന്നാക്കി പുതിയ പ്ലാന്റ്സ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് നാള് കുറച്ചായി. കാട് പോലെ പടർന്ന എൻ്റെ ഈ വിൻകാ തോട്ടത്തെ വെട്ടിത്തെളിക്കാൻ ഒരു ആയുധവുമായി ഇറങ്ങിയതാണ് രാവിലെ. ഉദ്ദേശം രണ്ടെണ്ണമാണുള്ളത്. ഒന്ന്, നമുക്ക് ഈ കളേഴ്സ് എല്ലാം തന്നെ പുതിയ പ്ലാന്റ്സ് ആക്കി മാറ്റുക. പിന്നീട് ഈ മദർ പ്ലാന്റ്സിനെ എല്ലാം തന്നെ വലിയ പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യുക. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പോലെ ഒറ്റ ദിവസം കൊണ്ടത് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്റ്റെമ്മിനെ വെട്ടിയെടുക്കാം. ആദ്യം നമുക്ക് ഈ വെട്ടിയെടുത്ത സ്റ്റെംസിന് പുതുജീവനും ജീവിതവും ഒക്കെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ഉറപ്പാക്കാം. വെറുതെ എല്ലാം കൂടി വെട്ടി നശിപ്പിക്കണ്ടല്ലോ. കാരണം വിൻകാ റോസ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ഒരു തണുപ്പും അതുപോലെ ഷെയ്ഡിന് താഴെയുള്ള അവിടെ ഇരുന്നു കൊണ്ട് കിട്ടുന്ന വെയിലും ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് വൈകുന്നേരങ്ങളിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് സ്റ്റെമ്മ് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നത്. നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ വിൻകാ പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഇപ്പോൾ പിന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ്, ഒരുപാട് കളർ വെറൈറ്റീസ് ഇറങ്ങുന്നുണ്ട്. അതുപോലെ ഹാങ്ങിങ് വിൻകാ ഉണ്ട്. എന്നിട്ടും എന്താണാവോ ഈ വിൻകാ റോസിനോട് കുറച്ച് ശതമാനം പേർക്ക് ഒരു വിലകേട്, അങ്ങനെ തന്നെ പറയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്ലാന്റ്സിനോടും പൂക്കളോടും അത്ര കണ്ട് ഇഷ്ടമില്ലാത്തവരാണ് അങ്ങനെയുള്ളത്. കാരണം പൂക്കളെയും ചെടികളെയും ഒരുപാടധികം ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരാൾക്കും തന്നെ ഇത്രയധികം സുന്ദരമായ കളറോടുകൂടി പൂക്കളെ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കില്ല.